നമസ്കാരം. തിരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ചില മണ്ഡലങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതും ചില പാർട്ടികൾ ഏതൊക്കെ വിധത്തിലാണ് ആ മുന്നണിയെ രക്ഷപ്പെടുത്തുന്നതെന്നുള്ളതും ഒരു ചരിത്ര സത്യമായി നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. അതിൽ ചിലത് എന്ന് പറയപ്പെടുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഈ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ KM മാണിയും PJ ജോസഫും ഇരുമെയ്യെങ്കിലും ഒരു മനമായിരുന്നു. ഒന്നിച്ചൊന്നിച്ച് ലയിച്ചു ചേർന്ന കേരള കോൺഗ്രസ് എം 2021 കഥ മാറി. മാണി സാർ കാലയവനികയിൽ മറഞ്ഞു, ജോസഫ് സാർ ഒറ്റയാനായി. കുഞ്ഞുമാണി UDF മുന്നണി വിട്ട് ഇടത് പാളയത്തിൽ ചേക്കേറുന്നു. പക്ഷേ തൊടുപുഴ മണ്ഡലത്തിൽ എന്നിട്ടും ബെന്നിക്കോടി പാറിച്ചത് ആരാണ്? പാലത്തിനാൽ ജോസഫ് എന്ന PJ ജോസഫ്. ആ PJ ജോസഫിന് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു? പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടി എന്ന പോലെ പാലാക്ക് KM മാണി എന്ന പോലെയാണ് തൊടുപുഴയ്ക്ക് PJ ജോസഫ്. ഇരു മുന്നണികളിലേക്ക് മാറിയും മറിഞ്ഞു നിന്നപ്പോൾ പോലും 1970 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ 2 വട്ടം ഒഴികെ തൊടുപുഴയിൽ നിന്ന് PJ ജോസഫ് എന്ന ഒറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 91-ലും 2001-ലും തോറ്റത് കോൺഗ്രസിലെ PT തോമസിനോട്. മാണിയോട് ചേർന്ന് ലയിച്ച മത്സരിച്ച 2011 ജോസഫിൻ്റെ ഭൂരിപക്ഷം 22,868 വോട്ടായിരുന്നുവെങ്കിൽ ലയനത്തിൻ്റെ പരകോടിയിൽ 2016 ഭൂരിപക്ഷം 40,587 വോട്ടായി വരുന്നു. എതിർ സ്ഥാനാർത്ഥി റോയി വാരിക്കാട്ടിന് മൊത്തം കിട്ടിയതിനേക്കാൾ, അതായത് 30,977 വോട്ടാണ് കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജോസഫിൻ്റെ പെട്ടിയിൽ ഭൂരിപക്ഷം വീണു എന്നുള്ളതാണ്. ഇനി മാണിയുടെ മരണശേഷം ജോസ് കെ മാണി ഇടത് കൊമ്പിൽ കൂട്ടുകൂടിയപ്പോൾ ജോസഫ് ആ വഴിക്ക് പോയില്ല എന്നുള്ളതാണ്. തനി കേരള കോൺഗ്രസ്സുകാരനായി UDFിൽ തന്നെ നിന്ന ജോസഫ് 2021 20,259 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് കരുത്ത് കാട്ടിയത്. മാണി വിഭാഗം കേരള കോൺഗ്രസ്സുകാർ പോയാലും തനിക്കൊന്നുമില്ല എന്ന് PJ ജോസഫ് തെളിയിച്ചു കൊടുത്ത തൊടുപുഴയുടെ കണക്ക് പുസ്തകത്തിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിൻ്റെ പ്രതീക്ഷയും കതിരിടുന്നത് എന്ന് പറയേണ്ടി വരും. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൊടുപുഴ മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന് 79,342 വോട്ടും ജോയ്സ് ജോർജിന് 42,319 വോട്ടും NDAയുടെ ബിജു കൃഷ്ണന് 15,223 വോട്ടുമാണ് കിട്ടിയത്. ജോയ്സിനേക്കാൾ 37,023 വോട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രം ഡീനിന് കിട്ടി. 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉറപ്പിച്ച ഡീൻ കുര്യാക്കോസിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതും തൊടുപുഴയിൽ നിന്നായിരുന്നു. പക്ഷേ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ തൊടുപുഴയിൽ നിന്നും PJ ജോസഫ്, മൂവാറ്റുപുഴയിൽ നിന്നും മാത്യു നാടനും ജയിച്ചതൊഴിച്ചാൽ 5 നിയമസഭാ സീറ്റും LDFിനോടൊപ്പം പോയി. തൊടുപുഴയിൽ പോലും 2019 ഡീനിന് കിട്ടിയ വോട്ടിനേക്കാൾ 11,847 വോട്ട് കുറവായിരുന്നു PJ ജോസഫിന്. ജോയ്സ് ജോർജിന് കിട്ടിയതിനേക്കാൾ 4,917 വോട്ട് ജോസഫിനെതിരെ മത്സരിച്ച പ്രൊഫസർ KA ആൻ്റണിക്ക് കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. ഓരോ തവണയും തൊടുപുഴയിൽ UDF ഭൂരിപക്ഷം കുറയുന്നു എന്നതാണ് LDFിൻ്റെ കണക്കുകൂട്ടലുകൾ തന്നെ. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും പ്രചാരണത്തിലൂടെയും കഴിഞ്ഞ തവണത്തേക്കാൾ തൊടുപുഴ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് LDF ഇപ്രാവശ്യം. NDA മുന്നണിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് തൊടുപുഴയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ BDJSൻ്റെ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ 15,223 വോട്ടാണ് അന്ന് നേടിയെടുത്തത്. തൊടുപുഴ മണ്ഡലത്തിൽ ഒരു നഗരസഭയും 12 പഞ്ചായത്തുമാണുള്ളത്. തൊടുപുഴ നഗരസഭയും 2 പഞ്ചായത്തും LDFാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ബാക്കി 10 പഞ്ചായത്തും UDFിൻ്റെ ഭരണത്തിന് കീഴിലാണ്. തൊടുപുഴ കടക്കാൻ ഈ കണക്കിൻ്റെ തോണിയൊന്നും പോരാ എന്ന മുന്നണികൾക്ക് അറിയാത്തതല്ല, അറിയാത്ത കാര്യവുമല്ല. പക്ഷേ തൊടുപുഴ കടന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഇടങ്ങളിലെത്താൻ ഇടുക്കിക്കാർക്ക് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഡീൻ കുര്യാക്കോസ് എന്ന് പറയപ്പെടുന്ന ഇടുക്കിയിലെ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതകൾ കൽപ്പിച്ചു കൊടുക്കുന്നത് എപ്പോഴും പാലാത്ത് ജോസഫ് എന്ന PJ ജോസഫായിരുന്നു. PJ ജോസഫ് എന്ന് പറയുന്ന കരുത്തൻ രണ്ടും കൽപ്പിച്ച് തൊടുപുഴയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ആർക്കും തടുക്കാൻ കഴിയില്ലായിരുന്നു. അത്രത്തോളം വാനോളമുയരുന്നൊരു പേര് തന്നെയായിരുന്നു PJ ജോസഫ് എന്നുള്ളത്. പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടിയെ പോലെ, പാലാക്ക് KM മാണിയെപ്പോലെ അത്രത്തോളം പ്രിയങ്കരനായിരുന്നു തൊടുപുഴക്കാർക്ക് PJ ജോസഫ്. പക്ഷേ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷമത ഇല്ലായ്മയുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പക്ഷേ ഇടുക്കി മണ്ഡലത്തിൻ്റെ മേഖലകളിലേക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഡീൻ കുര്യാക്കോസിൻ്റെ വിജയസാധ്യതകളെ അത് ബാധിച്ചേക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. PJ ജോസഫ് എന്ന് പറയപ്പെടുന്ന അതികായൻ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനിറങ്ങിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ വളരെ അനായാസേന ഇടുക്കിയിൽ നിന്ന് വീണ്ടും ഒരു വട്ടം കൂടി ഡീൻ കുര്യാക്കോസ് ലോക്സഭയിലേക്ക് എത്തിയേനെ. പക്ഷേ 2016 2019 കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ 2024 എത്തപ്പെടുമ്പോൾ വളരെ അകലെയായി പോകുന്നു ഡീൻ കുര്യാക്കോസ് എന്ന് പറയപ്പെടേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. തൊടുപുഴയിലടക്കം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വോട്ട് ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാരുള്ള ഇടത്ത്
PJ ജോസഫ് ഒന്ന് വന്നു നോക്കിയാൽ മാത്രം ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം വലുതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത സാഹചര്യവും കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏൽക്കുന്ന പരാജയമല്ല, പക്ഷെ പരാജയത്തോളം പോരുന്ന വോട്ട് കുറവും അദ്ദേഹത്തെ വല്ലാതെ പരിക്ഷീണിതനാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം 2024 കൂടി ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കപ്പെടുന്നത്. ആ മാറി നിൽക്കപ്പെടലുകൾ പക്ഷേ വല്ലാതെ ക്ഷീണിതനാക്കും ഡീൻ കുര്യാക്കോസിനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടുക്കി മണ്ഡലത്തിൽ തൊടുപുഴ ഒഴിച്ച് മറ്റൊരു നിയോജക മണ്ഡലത്തിലും ലീഡ് നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡീൻ കുര്യാക്കോസിൻ്റെ വിജയവും അകലെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.